ബീനാമ്മയുടെ മൃതദേഹത്തിനരികെ അമ്മയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആരതി. നഷ്ടപ്പെട്ട ആ സ്നേഹം തിരിച്ചുപിടിക്കാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം ആരതിയെ പൂർണ്ണമായും തളർത്തിയിരിക്കുകയാണ്. 1 വർഷമേ ആയിട്ടുള്ളൂ ആരതി ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നിട്ട്. എങ്കിലും പ്രണയത്തിലായിരുന്ന കാലം മുതൽക്കേ ബീനാമ്മയുമായി അടുത്തിടപഴകിയിരുന്ന ആരതി മരുമകൾ, മകൾ എന്നതിനെല്ലാം അപ്പുറം അമ്മയുടെ ഒരു നല്ല കൂട്ടുകാരിയായി മാറിയിരുന്നു. ആരതിയെ സ്നേഹത്തോടെയാണ് എപ്പോഴും ബീനാമ്മ ചേർത്തു നിർത്തിയിരുന്നത്. കൈ ചേർത്ത് പിടിച്ചാണ് ആരതിയെ എപ്പോഴും കൂടെ നടത്തിയിരുന്നത്. ആ നോട്ടത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ആരതിയോടുള്ള സ്നേഹവും കരുതലും കാണാമായിരുന്നു. റോബിനെയും ആരതിയെയും അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് കൊച്ചിയിലേക്ക് അവർക്കൊപ്പം രാധാകൃഷ്ണനും ബീനയും താമസം മാറിയതും. ഒടുവിൽ അമ്മയ്ക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അവസാന നിമിഷം വരേക്കും പ്രാർത്ഥനയും കരുതലുമായി കൂടെ ഉണ്ടായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പോലും പലതും ഒഴിവാക്കിയാണ് അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ ആരതി ഓടി വന്നിരുന്നത്. ഒടുവിൽ സംസ്കാര ചടങ്ങിനിടെ അമ്മയുടെ കാൽക്കൽ നെഞ്ചുവിങ്ങി നിൽക്കുന്ന ആരതിയെയാണ് പ്രിയപ്പെട്ടവർക്കെല്ലാം കാണാൻ കഴിഞ്ഞത്. അമ്മയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നിൽക്കുന്ന ആരതിയെ ചിത്രത്തിൽ കാണാം. കരഞ്ഞു തളർന്ന കണ്ണുകളും സങ്കടം നിറഞ്ഞ മുഖവും ആരതിയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് കാട്ടിത്തരുന്നതാണ്. ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് റോബിന്റെ അമ്മ മരണത്തിനു കീഴടങ്ങിയത്. കൃത്യം 12 മണിക്കൂറിനിപ്പുറം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ കൊല്ലം കോവൂരിലെ വീട്ടുമുറ്റത്ത് തുടങ്ങിയത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ബീനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തിയിരുന്നു. കുരുത്തോല പന്തലിലാണ് ബീനയുടെ മൃതദേഹം കിടത്തിയിരുന്നത്. മതപരമായ ചടങ്ങുകൾ കഴിഞ്ഞ് വെള്ളപുതച്ച് പൂമാലകൾ ചാർത്തിയ മൃതദേഹത്തിൽ കണ്ണീരോടെയാണ് റോബിനും പ്രിയപ്പെട്ടവരും നോക്കി നിന്നത്. അമ്മയ്ക്കരികെയുള്ള അവസാന നിമിഷങ്ങളിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന റോബിനെ ഇതിനു മുൻപ് ഇത്രയും വേദനയിൽ ആരും കണ്ടിട്ടേയില്ല. അമ്മയുടെ ചികിത്സാകാലത്തുടനീളം ഇക്കാര്യം അധികം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ബീനയുടെ രോഗവിവരം അറിയിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല റോബിൻ. ജോലിയുടെ ഭാഗമായുള്ള അത്യാവശ്യ പോസ്റ്റുകൾ മാത്രമായിരുന്നു പങ്കുവച്ചിരുന്നത്. അമ്മയുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തിയിരുന്ന റോബിന് ഇത് താങ്ങാനാകാത്ത വേദന തന്നെയാണ്. കൊല്ലം കോവൂരിലെ വീട്ടിലാണ് അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം ആയിരക്കണക്കിന് പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അമ്മയെ അവസാന നോക്കു കാണുവാനും എത്തിയത്. 52 വയസ്സ് മാത്രമായിരുന്നു ബീനയുടെ പ്രായം. കൃഷ്ണാലയം എന്ന ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു അമ്മ. ട്രാവൽസിന്റെ ബിസിനസ്സും മറ്റുമായിട്ടാണ് റോബിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ മുന്നോട്ട് പോയിരുന്നത്. മകൻ ഡോക്ടറായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ബീനയ്ക്ക് തന്നെയായിരുന്നു. മകൻ ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴും അതിനുശേഷമുണ്ടായ പ്രശസ്തിയിലുമെല്ലാം അഭിമാനിച്ചിരുന്ന അമ്മ കഴിഞ്ഞ 1 വർഷമായി കൂട്ടിന് ആരതി കൂടി എത്തിയപ്പോൾ ഇരട്ടി സന്തോഷത്തിലായിരുന്നു. നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബം റോബിനും ആരതിയും കൊച്ചിയിലേക്ക് കൂടുമാറിയപ്പോൾ ബീനയും രാധാകൃഷ്ണനും മക്കൾക്കൊപ്പം അവിടേക്കും പോവുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.